വേറൊന്നും പറയാനില്ല. ഇത് ഭാഗികമായിട്ട് തുടങ്ങി വെച്ചു, അത്രയും സന്തോഷം. ബാക്കി ഭാഗം ഇല്ല, സാധിച്ചിരുന്നില്ല. ഞങ്ങൾ കുറെ വർക്ക് ചെയ്തിരുന്നു, പിന്നെ അവർ തടസ്സം ചെയ്തു. കോടതി ഉത്തരവ് നടപ്പാക്കും. അതിന് ആരൊക്കെയാണെങ്കിൽ ശരി, കോടതിയുടെ മുമ്പിൽ എല്ലാവരും തുല്യരാണ്. പോലീസിന്റെ ഭാഗത്തുനിന്നല്ല, അവിടെ വിധിക്കടക്കാരാ തടസ്സം ചെയ്യണേ. വിധിക്കടക്കാർ തടസ്സം ചെയ്താൽ പോലീസിനോട് മാറ്റാൻ പറഞ്ഞ ഉത്തരവുണ്ട്. അതാണ് അവർ ജോലി ചെയ്യുന്നത്. വേറൊന്നുമില്ല. ഞാൻ അവിടെ കണ്ട കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യും. അല്ല, എന്റെ നിർദ്ദേശപ്രകാരമാണ് ഇവരൊക്കെ നീക്കം ചെയ്യുന്നത്. തെറ്റാണ്. താങ്കളുടെ ഒരു ബന്ധുവല്ല. അല്ല, തെറ്റാണ്. ഇല്ല. ഇന്ന് എന്ത് നടപടിയാണ് നടന്നത്? ആരംഭിച്ചിരുന്നു. വിധിക്കടക്കാരെ കുറച്ചുപേരെ മാറ്റി വിധി പട്ടിക വസ്തുവിൽ ഞാനും ആമീനും പ്രവേശിച്ചു. ഒരു ഷെഡ്, ചെറിയ 2 സ്ഥലങ്ങൾ, ഇതെല്ലാം പരിശോധിച്ചു. അവിടെ എന്തൊക്കെയാണുള്ളത് ഏറ്റെടുക്കൽ അതിന്റെ പ്രോസസ്സാണ് ഈ നടക്കുന്നത്. അതൊക്കെ തെറ്റാണ്. അതൊക്കെ തെറ്റാണ്. അതൊന്നും ആൻസർ ചെയ്യാനില്ല, പറയാം. തെറ്റാണ്. അഭിഭാഷക കമ്മീഷന്റെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും പലതവണയായി ഒഴിപ്പിക്കൽ നടപടികൾക്ക് അവിടെ എത്തുന്നു. കോടതിയുടെ സഹായത്തോടുകൂടി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ. പക്ഷേ കനത്ത പ്രതിഷേധം ഒടുവിൽ പിന്തിരിയുന്നു. ഇതാണ് സംഭവം. ഡാനി പോൾ ചേരുന്നുണ്ട്. ഡാനി, എന്തായാലും ഒഴിപ്പിക്കൽ നടപടികൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശമുണ്ട്. എന്താണ് ഇന്ന് സ്ഥലത്ത് സംഭവിച്ചത്? ഇത് ആദ്യത്തെ സംഭവമല്ലോ, മുമ്പും പലപ്പോഴും ഒഴിപ്പിക്കാൻ ശ്രമിച്ചിരുന്നല്ലോ. സജിത്ത്, ഇതിപ്പോൾ 15ാം തവണയാണ് വരുന്നത്. നമുക്ക് ആ പ്രദേശത്തേക്ക് അത് പോകാം. 15ാം തവണയാണ് ഈ അഭിഭാഷക കമ്മീഷൻ വരുന്നത്. 15ാം തവണ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഭരണം മാറി എന്നതിന്റെ ആദ്യ ദിവസം തന്നെയാണ്, ഈ ആദ്യ നാളുകളിൽ തന്നെയാണ് അടുത്ത സിറ്റിംഗിന് വേണ്ടി ഇവർ വരുന്നത്. ആ ദിവസം തന്നെ കടുത്ത നടപടികൾ നേരിടേണ്ടി വന്നിരിക്കുന്നു എന്നതാണ്. ഇതിൽ പോലീസിന്റേതടക്കം പോലീസിലേക്ക് നിർദ്ദേശം നൽകിയതെല്ലാം തന്നെ താനാണ്. ആ ഉത്തരവാദിത്തമെല്ലാം അഭിഭാഷക കമ്മീഷൻ ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പോൾ പോലും നമ്മളിപ്പോൾ കാണുന്നത് ഈ സ്ഥലത്ത് ഓരോ സമരപ്പന്തലടക്കമുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അതിലേക്ക് ജലപീരങ്കി അടക്കം പ്രയോഗിച്ചു. നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ കാണുന്നത് ഈ മാർച്ചിലും പ്രതിഷേധ പ്രകടനങ്ങളുമായിരുന്നെങ്കിൽ ഇവിടെ കുത്തിയിരുന്നവരെല്ലാവരും തന്നെയും ഒരു പ്രായമായ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരായിരുന്നു. അവർക്കടക്കമെതിരെയായിരുന്നു ഈ രീതിയിലുള്ള ജലപീരങ്കി പ്രയോഗമടക്കം ഉണ്ടായിരുന്നത്. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പലരും